Welcome to Tiffany's Kitchen. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് റെസിപ്പി ആയിട്ടല്ല എത്തിയിട്ടുള്ളത്, കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. അടുക്കള ജോലികളൊക്കെ എളുപ്പമാക്കി തീർക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ചക്കക്കുരു തൊലിക്കുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് തൊലിക്കുക എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അതുപോലെ വാഴത്തണ്ട്, ഇണ്ണിത്തണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം വളരെ കുഞ്ഞായിട്ട് തന്നെ കത്തി കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡും, അതേപോലെ സവാളയും വെളുത്തുള്ളിയും പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ പറ്റുന്ന മെത്തേഡുമാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താ നോക്കാം. നമ്മുടെ ഈ ഒരു വാഴത്തണ്ട് എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് സാധാരണ നമ്മളിത് അടുക്കി വെച്ചിട്ട് അരിഞ്ഞെടുക്കാറാണല്ലോ പതിവ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ വായ് ഭാഗം നല്ലതായിട്ട് മൂർച്ചയുള്ള ഒരു ഗ്ലാസ് എടുക്കുക. അത് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് സമയം, വളരെ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മുടെ കത്തി കൊണ്ട് വെച്ചിട്ട് അരിഞ്ഞെടുക്കുന്ന അതേപോലെ തന്നെ നമുക്കിത് കഷ്ണങ്ങളായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഗ്ലാസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വായ്ഭാഗം നല്ല മൂർച്ചയുള്ള ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ കുഞ്ഞു ബൗളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്യൂബ്സൊക്കെ കണ്ടില്ലേ, ശരിക്കും നമുക്ക് ആ ഒരു കത്തി വെച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ നമ്മൾ ഒരുപാട് സമയം ഇരിക്കണം, അടുക്കി വെച്ച് അതിങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ കുറേ സമയം എടുത്തിട്ടാണല്ലോ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ടിപ്പ് നമ്പർ 2, വെളുത്തുള്ളി എങ്ങനെ ഈസി ആയിട്ട് തൊലിക്കാൻ നോക്കാം. അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു അരകല്ല് എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ആദ്യം നമുക്ക് വെളുത്തുള്ളീനെ ഒന്ന് അടർത്തി എടുക്കണം. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ അല്ലികളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഒരുപാട് അങ്ങോട്ട് ചതക്കണ്ട, ഒന്ന് മെല്ലെ ഒന്ന് ചതച്ച് കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതിൻ്റെ ആ ഒരു തൊലി ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ് ഈ ഒരു രീതി. വെളുത്തുള്ളി ഒരുപാട് രീതികളിൽ തൊലിക്കാൻ പറ്റും. ബോക്സിലിട്ടിട്ട് കുലുക്കിയെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അടർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ചിലർക്ക് വിരലിൻ്റെയൊക്കെ തലപ്പ് ഭാഗങ്ങളിൽ ഈ ഒരു കത്തി കൊണ്ട് വരഞ്ഞതുപോലെ മുറിവാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ വെളുത്തുള്ളിയുടെ ആ ഒരു നീര് വല്ലാതെ കയ്യിലൊന്നും ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ ഇത് ചെയ്യിക്കാൻ സാധിക്കും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ അമർത്തിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഇരുന്ന് തൊലിച്ച് തന്നോളും. ഇപ്പോൾ എൻ്റെ മോളാണ് ഇവിടെ എനിക്ക് വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് തരാറ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വെളുത്തുള്ളി തൊലിക്കുക എന്നുള്ളത്. അപ്പം അവളെ കയ്യിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതിൻ്റെ ആ ഒരു നെട്ട് ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വാൽ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് തിരിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് അയഞ്ഞ് പോന്നോളും. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു ആക്ടിവിറ്റീസായി. അതേപോലെ കിച്ചണിൽ നമ്മളെ കൂടെ അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് കൊടുക്കുമ്പോൾ അവരിതിൽ പതിയെ ഈ ജോലികളിലൊക്കെ ഒന്ന് പഠിച്ചു വന്നോളും. അവർക്കും ഇഷ്ടമാവും. അതേപോലെ തന്നെ നമ്മളെ കൂടെ അവരും ജോലി ചെയ്യുമ്പോൾ അവർക്കും അതൊരു സന്തോഷമാണ്, നമ്മുടെ വർക്കും നടക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതുവരെ വെളുത്തുള്ളി ഇങ്ങനെ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ടിപ്പ് നമ്പർ 3, സവാള എങ്ങനെയാണ് ഈസി ആയിട്ട് തൊലിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് സവാള ആദ്യം 2ആയി മുറിക്കണം. അതായത് അതിൻ്റെ നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു വേര് നിൽക്കുന്ന ആ ഒരു
കട്ടിയുള്ള ഒരു ഭാഗം കൂടെ മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വളരെ ഈസിയാണ്. അതിനോടൊപ്പം തന്നെ തൊലിയും പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതിൻ്റെ ആ ഒരു വേരും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു നെട്ടും ഭാഗവും കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു തൊലി അടർത്തിയെടുക്കാൻ സാധിക്കും. അപ്പം സവാള ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ഇനി തൊലിച്ച് നോക്കൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ കൂടുതലായിട്ടൊന്നല്ല, ഞാൻ എപ്പോഴും സവാള ഇങ്ങനെ തന്നെയാണ് തൊലിക്കാറ്. അതേപോലെ സവാള തൊലിക്കാനാണെങ്കിലും വെളുത്തുള്ളി തൊലിക്കാനാണെങ്കിലും ഒരുപാട് രീതികളുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് നിങ്ങളെ കാണിക്കുന്നത്. വെളുത്തുള്ളി ഞാൻ ആദ്യം പല രീതികളും തൊലിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്യാറ്. ഇതെനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി അതുപോലെ ചെയ്ത് നോക്കാം. സവാളയാണെങ്കിലും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് തൊലിക്കാറുള്ളത്. നമുക്ക് ബിരിയാണിയുടെ സമയത്തൊക്കെ ഒരുപാട് സവാളയൊക്കെ ആവശ്യം വരില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഇനി ടിപ്പ് നമ്പർ 4 നോക്കാം. ചക്കക്കുരു. ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് ചക്കക്കുരു തൊലിക്കുക എന്നുള്ളത്. ഈ ഒരു ചക്കക്കുരു തൊലിക്കണ കാരണം, ആ ഒരു മടി കാരണം ഞാനിത് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്കത് തൊലിക്കാനുള്ള ഈ ഒരു ട്രിക്ക് പഠിഞ്ഞപ്പം ഞാൻ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ആദ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചക്കക്കുരു തൊലിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. ഈ ചക്കക്കുരുവിനെ ഇങ്ങനെ 4 കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ തൊലി അടർത്തി കളയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഇത് ഈസി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു തൊലി കളയുമ്പോൾ പിന്നെ ഇതിൻ്റെ ഈ ഡാർക്ക് ഭാഗം മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അത് കളയേണ്ട ആവശ്യമല്ല. ഈ ഡാർക്ക് ഭാഗം ഇതുപോലെ തന്നെ വേവിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ചക്കക്കുരുവിൻ്റെ ഗുണങ്ങൾ പോലെ തന്നെ അതിൻ്റെ ആ ഒരു തൊലി ഭാഗത്തും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ കളയരുത്, അതങ്ങനെ കഴിക്കുക തന്നെ വേണം. അപ്പം ഞാനിപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ വെളുത്തുള്ളി ചെയ്തതുപോലെ തന്നെ ഈ ചക്കക്കുരുവിനെ ഇതുപോലെ കുത്തിയെടുത്തിട്ട് പിന്നെ തൊലിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ വെളുത്തുള്ളി ചെയ്യുന്നത് കാരണം അതേപോലെ ഞാനൊന്ന് ചക്കക്കുരുവും ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സംഭവം സക്സസ് ആയി. നല്ല ഈസി ആയിട്ട് തന്നെ ഇത് തൊലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം കാണിച്ചതിനേക്കാളും ഒന്നുകൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ ഒരു രീതിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തൊലിക്കാനും പറ്റും. അതേപോലെ തന്നെ ഇങ്ങനെ തൊലിക്കുമ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നീളത്തിലാണെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്ന രീതിയാണ്. രണ്ടും എളുപ്പം തന്നെ, പക്ഷെ നേരത്തെ കാണിച്ചതിനേക്കാളും കൂടുതൽ എളുപ്പം ഈ ഒരു രീതിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇന്ന് കാണിച്ച ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.